എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ ഗിരിദേവൻ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. മുത്തശ്ശിയുടെ ചെറുമകൾ ഒരാൾ വന്നതുകൊണ്ട് മാത്രമാണ് ദേവിയുടെ പൈതാഹങ്ങളെല്ലാം മാറുകയും ദേവി ഇപ്പതാ ഈ അവസ്ഥയിൽ പഴയതുപോലെയൊക്കെ ആകുകയും ഒക്കെ ചെയ്തത്. അപ്പം നടന്ന കാര്യങ്ങൾ നമ്മുടെ ശാന്തന്റെയും അമ്മയുടെയും കാര്യങ്ങളെല്ലാം മുത്തശ്ശിയും ഗിരിദേവനോട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മുത്തശ്ശിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കിനും മുത്തശ്ശിക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ് നമ്മുടെ ഗിരിദേവൻ പറയാണ്, മുത്തശ്ശി ദേവിക്ക് എന്തെങ്കിലും ഒരു കാണിക്ക സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വിഷമിച്ച് നിൽക്കുന്ന മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കണം. ആ ഒരു മനസ്സിനെ, ആ ഒരു മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന കാര്യമായിരിക്കണം ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം മുത്തശ്ശിയാണെങ്കിലോ എങ്ങനെയായാലും ദേവിക്ക് വേണ്ടുന്ന കാണിക്ക അത് ഞാൻ ചെയ്തിരിക്കും ഗിരിദേവ, അതിനുള്ള ഒരു അവസരം മുത്തശ്ശിക്ക് ഉണ്ടാകുമ്പോൾ മുത്തശ്ശി അത് ചെയ്തു തന്നെ ഇരിക്കും എന്ന് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെതാ നമ്മുടെ ഉണ്ണിമോളും അതുപോലെ തന്നെ ഗിരിദേവനും വാവിയൊക്കെ കൂടി നിൽക്കുമ്പം ഉണ്ണിമോളൊരു കാര്യം പറയുന്നുണ്ട്. അതെ മുത്തശ്ശിക്ക് അറിയാവോ, ഈ ഗിരിദേവന്റെ ചേട്ടൻ ലെംബോ ഇവിടെ ഉണ്ട്. ലെംബോയെ മുത്തശ്ശി കണ്ടിട്ടില്ലല്ലോ. ലെംബോ മാത്രമല്ല കേട്ടോ, ലെംബോയുടെ അസിസ്റ്റന്റും ഒക്കെ ഉണ്ട്. ഞാൻ ലെംബോയെ വിളിക്കട്ടെ, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ലെംബോ വരുമോ എന്ന് നമ്മുടെ ഗിരിദേവൻ ഇങ്ങനെ പറയാണ്. അപ്പം ദാ ഒരു വിസില് നമ്മുടെ വാവ അടിച്ചതും ലെംബോ അവിടെ പാഞ്ഞെത്തി. ആദ്യം ലെംബോയുടെ അസിസ്റ്റന്റ് ആട്ടോ വന്നത്. അസിസ്റ്റന്റ് വന്നത് ആ മുത്തശ്ശിയുടെ ആ ഒരു മുണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശി എലിയെ കണ്ട് പേടിക്കുകയാണ്. മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട, ഇതാണ് ലെംബോയുടെ അസിസ്റ്റന്റ്, ഇവൻ ആരെയും ഒന്നും ചെയ്യില്ല, നല്ലൊരു എലിയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഉണ്ണിമോളാണെങ്കിലോ മുത്തശ്ശിയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിയുടെ മടിയിലിരിക്കുന്ന എലിയെ കണ്ട് മുത്തശ്ശി ഒന്ന് പേടിച്ചു കേട്ടോ. പുറകെ ഇതാ നമ്മുടെ ലെംബോയും അവിടെ എത്തുകയാണ്. അപ്പൊ മുത്തശ്ശിയെ കണ്ടു. ഇതല്ലേ അയ്യപ്പസ്വാമിയുടെ നടയിൽ പോയി പ്രാർത്ഥിക്കുന്ന മുത്തശ്ശി, എന്നോട് ഗിരിദേവനും ഭാവിയും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഉണ്ണിമോളുടെ മുത്തശ്ശിയെ കുറിച്ച്. അപ്പം അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടുകയാണ്. ആ സമയത്താണെങ്കിലോ നമ്മുടെ ലെംബോയുടെ അസിസ്റ്റന്റ് പോയിട്ട് ഉണ്ണിയപ്പവും പായസവും പഴവും ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പൊ ദാ ഇവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്, ഇതെല്ലാം ലെംബോയുടെ അസിസ്റ്റന്റ് ഉണ്ടാക്കിയതാണോ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പം ഇതെന്റെ അസിസ്റ്റന്റ് ഉണ്ടാക്കിയതൊന്നും അല്ല, ഇത് തിരുമേനി ഉണ്ടാക്കിയതാണ്. ഈ കടുംപായസം ദേവിക്ക് നേദിച്ചതാണ്, പഴവും അതുപോലെ ഉണ്ണിയപ്പവും ഒക്കെ ഗണപതി ഭഗവാന് നേദിച്ചതാണ് എന്നും ലെംബോ പറഞ്ഞ് ദാ ഇതെല്ലാരും എടുത്ത് കഴിച്ചോളൂ എന്നും പറഞ്ഞ് അവര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഉണ്ണിമോള് ഉണ്ണിയപ്പമൊക്കെ എടുത്തു കേട്ടോ. നമ്മുടെ ഉണ്ണിമോള് ഉണ്ണിയപ്പം എടുത്ത് ഭക്ഷണം കഴിച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്താണെങ്കിലോ അവിടെ തമ്പുരു ഇരിക്കുന്നത് കാണുകയാണ്. അപ്പൊ ഈ കുട്ടി വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ച് അവള് കുറച്ച് പഴങ്ങൾ കയ്യിൽ കരുതി ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, അതെ കുട്ടി, ഇത് ദേവിക്ക് നേദിച്ചതാണ്, ഇത് കുട്ടി കഴിക്കുന്നുണ്ടോന്ന് ചോദിച്ച് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുമ്പം അവളൊരു അക്ഷരം പോലും പറയുന്നില്ല. എന്താ കുട്ടി, ഞാൻ നേരത്തെയും ചോദിച്ചല്ലോ, ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും കുട്ടി എന്താ ഒരു അക്ഷരം പോലും മിണ്ടാത്തത്. അപ്പൊ അതാ നമ്മുടെ ആ തമ്പുരുമോളുടെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. പുള്ളിക്കാരൻ വന്ന പാടെ പറയുന്നുണ്ട്, മോളെ അവള് സംസാരിക്കില്ല. അയ്യോ, സംസാരിക്കാത്ത കുട്ടിയായിരുന്നോ, എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, വിഷമായോ, സോറി എന്നൊക്കെ പറഞ്ഞു ഉണ്ണിമോള് കുട്ടിയോട് സോറി പറയാണ്. അപ്പം ഈ കുട്ടിയാണെങ്കിലോ ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഭഗവാന് നേദിച്ചതാണ്, ഇത് ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് അവളോട് കൂട്ടുകൂടുകയാണ് ഉണ്ണിമോള്. എന്നിട്ട് അന്നപൂർണേശ്വരി ദേവിയുടെ നടയിൽ ഭജന ഇരിക്കാൻ വന്നതാണെങ്കിൽ ദേവി അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള നാമമാണോ ചൊല്ലുന്നത്, അതോ എന്താ ചൊല്ലുന്നത്? എന്നെ ഗിരിദേവൻ ഒരു മന്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്, അന്നപൂർണേശ്വരി ദേവിയുടെ മന്ത്രം. ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ഫലം കിട്ടും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പം മോളെ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞു കൊടുക്കാം, എനിക്കറിയാവുന്നത്രയും കാര്യങ്ങൾ. അപ്പം അത് വെച്ചിട്ട് ഈ കുട്ടി മനസ്സിൽ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ഉണ്ണിമോള് മന്ത്രം ചൊല്ലാൻ തുടങ്ങുകയാണ്. പക്ഷെ മുഴുവനും മന്ത്രവും നമ്മുടെ ഉണ്ണിമോൾക്ക് അറിയില്ല. ഉണ്ണിമോൾ പറയുന്നുണ്ട്, കുട്ടി ഒരു കാര്യം ചെയ്യ്, എന്നോടൊപ്പം വാ, ഗിരിദേവൻ ഈ മന്ത്രം മുഴുവനും അറിയാം, കുട്ടി എന്തായാലും ഇവിടെ ഭജന ഇരിക്കുകയല്ലേ, അപ്പൊ കുട്ടി ഇതെല്ലാം ചൊല്ലുന്നത് നല്ലതായിരിക്കും, ദേവിക്ക് ഒരുപാട് ഇഷ്ടമാകും എന്നൊക്കെ പറഞ്ഞ് തമ്പുരുവിന്റെ കയ്യിൽ പിടിച്ചതാ നമ്മുടെ ഉണ്ണിമോള് നടക്കുകയാണ്. ഗിരിദേവന്റെയും വാവയുടെയും ലെംബോയുടെയും ഒക്കെ അടുത്തേക്ക്. അപ്പൊ മുത്തശ്ശിയാണെങ്കിലോ അപ്പുറത്ത് വിളക്കുമരത്തിന്റെ ഒക്കെ അടുത്ത് നിന്ന് ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട് കേട്ടോ.
തമ്പുരുവിന്റെ അച്ഛനും പോയി മുത്തശ്ശിയുടെ അടുത്ത് പോയി നിൽക്കുന്നൊക്കെ ഉണ്ട്. ദാ എന്റെ മോൾ ഇത്രയും ചിരിച്ചു കണ്ടത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ്. എന്റെ മോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എന്തൊക്കെയോ പേടിച്ച് എന്റെ മോൾ ഒരുപാട് വിഷമിച്ചൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ രവി മുത്തശ്ശിയോട് പറയുമ്പം മോൾ ഇതിനു മുമ്പ് സംസാരിക്കുമായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അതെ, എന്റെ മോള് സംസാരിക്കുകയും നന്നായിട്ട് പാട്ടുപാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്താണ് എന്റെ കുഞ്ഞിന് പറ്റിയതെന്ന് എനിക്കറിയില്ല മുത്തശ്ശി. ഈ ക്ഷേത്രത്തിൽ വന്ന് ദേവിയുടെ അടുത്ത് വന്ന് ഭജന ഇരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം മാറുമെന്ന് വിചാരിച്ചിട്ടാണ് എന്റെ മോളെ ഇവിടെ ഭജന ഇരുത്തുന്നത്. കുഞ്ഞ് ഏത് നേരവും ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരൻ മുത്തശ്ശിയോട് പറയാണ്. അപ്പൊ മുത്തശ്ശിയാണെങ്കിലോ കുട്ടികൾ തമ്മിലുള്ള സംസാരങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഗിരിദേവനോട് ഈ കുട്ടി ആ കുട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണ്ണിമോള് തമ്പുരുവിനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും അല്ല ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവളുടെ പേരെന്താണെന്ന് അറിയാവോന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോളോട്. അപ്പൊ ഉണ്ണിമോള് പറയുന്നുണ്ട്, അയ്യോ അത് ഈ കുട്ടിയോട് ചോദിച്ചിട്ട് ഇത് പറഞ്ഞില്ലല്ലോ, അതിന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ആ കുട്ടിയുടെ അച്ഛൻ അവിടെ എവിടെയോ ഉണ്ട്, പുള്ളിക്കാരന്റെ അടുത്ത് പോയി ചോദിക്കാന്നും പറഞ്ഞ് ഉണ്ണിമോള് പോവാൻ തുടങ്ങുമ്പം അതിന് ഈ കുട്ടിയുടെ പേര് ഞങ്ങൾക്ക് അറിയാലോ എന്നും പറഞ്ഞ് ലെമ്പോയും വാവയും ഗിരിദേവനും കൂടി പറയുമ്പം നിങ്ങൾക്കറിയാന്നോ, ഈ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ പേര് പറഞ്ഞു വിളിച്ചത് ഞങ്ങൾ കണ്ടതാണല്ലോ, അതുകൊണ്ട് ഉണ്ണിമോൾക്ക് ഒരു ക്ലൂ തരാം, ഉണ്ണിമോൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇത് ഒരു സംഗീത ഉപകരണത്തിന്റെ പേരാണ് എന്ന് പറയുമ്പം സംഗീത ഉപകരണം എന്നൊക്കെ പറയുമ്പം എന്താണെന്ന് നമ്മുടെ ഉണ്ണിമോൾ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഒരു ക്ലൂ കൂടെ കൊടുക്കുകയാണ്. തായിലാണ് തുടങ്ങുന്നതെന്ന് പറയുമ്പം സംഗീതോപകരണമാണ്, തായിലാണ് തുടങ്ങുന്നത്. തബലയാകാൻ വഴിയില്ല. പിന്നെ ഞാൻ ആലോചിച്ചിട്ട് തമ്പുരു എന്നാണോ എന്ന് ചോദിക്കുമ്പം അപ്പൊ പേര് കിട്ടിയല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ തമ്പുരുമോൾക്കും വലിയ സന്തോഷമൊക്കെ ആയി. തമ്പുരുവിന്റെ ചിരിയൊക്കെ കണ്ടപ്പോഴോ രവിയുടെയും മനസ്സൊക്കെ നിറയാണ്. അതെ, ഇപ്പൊ കുട്ടിയുടെ പേര് പിടികിട്ടിട്ടോ, തമ്പുരു. നല്ല പേരാണ് ഗിരിദേവ, കാണാനും നല്ല കുട്ടിയാണ്, അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഗിരിദേവൻ ഒരു കാര്യം പറയാണ്, മുത്തശ്ശിയോടൊരു കാണിക്ക കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. വിഷമിക്കുന്ന മനസ്സുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ പരം വലിയൊരു കാണിക്ക ദേവിക്ക് സമർപ്പിക്കാനേ ഇല്ല. പിന്നെ ഗിരിദേവ ഈ കുട്ടിക്ക് മന്ത്രം ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? അന്നപൂർണേശ്വരി ദേവിക്ക് ഭജന ഇരിക്കാൻ വേണ്ടിയാണല്ലോ ഈ കുട്ടി ഇവിടെ വന്നത്. അപ്പൊ തമ്പുരുവിന് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് കുറച്ചല്ലേ അറിയുള്ളൂ, അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബാക്കി പറയുമോ എന്ന് ചോദിക്കുമ്പം ഇവൾ എന്ത് പ്രാർത്ഥിച്ചാലും അതെല്ലാം ദേവിയുടെ കാതുകളിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ണിമോളെ ഇപ്പൊ മൂലമന്ത്രം അല്ല പഠിപ്പിക്കേണ്ടുന്നത്, ഇവളെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഉണ്ണിമോൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഉണ്ണിമോൾ അപ്പൊ ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഗിരിദേവ, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് പറയുമ്പം 3 പേരും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ദാ നമ്മുടെ ലെമ്പോയും വാവയും ഗിരിദേവനും കൂടി. അപ്പൊ നമ്മുടെ തമ്പുരുമോളുടെ കഷ്ടകാലമൊക്കെ എന്തായാലും അവസാനിക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനുപമയാണ് കേട്ടോ. അപ്പൊ അനുപമയും അഖിൽമോനും കൂടെ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അനുപമയും വല്ലാണ്ട് അങ്ങ് വിഷമിക്കുകയാണ്. രാജീവനെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും ഇല്ല. അപ്പം ഉടനെ തന്നെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്തിട്ടും ഒന്നും രാജീവന്റെ വിവരങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ജയനെ വിളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ജയനെയും മിനിയെയും വിളിക്കുമ്പം ജയൻ കടയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം മിനിയും ചോദിക്കുന്നുണ്ട്, എന്താ അനുപമ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പം എടി 5-6 ദിവസമായിട്ട് രാജീവിനെ കുറിച്ചിട്ട് ഒരു വിവരം ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മിനി ഒരു കാര്യം പറയാണ്. അതെ, നിങ്ങൾക്ക് പോലീസിലുള്ള ഒരു പുള്ളിക്കാരനുമായിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ, അപ്പൊ പുള്ളിക്കാരന്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്ക്, എങ്ങനെയെങ്കിലും രഹസ്യമായിട്ട് അവനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ പറ്റിയാലോ എന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ ഞാൻ അന്വേഷിച്ചോളാം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ജയൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അത് കഴിയുമ്പോഴോ നേരെ ജയനും മിനിയും കൂടി നമ്മുടെ അനുപമയുടെ വീട്ടിലെത്തുകയാണ്. അപ്പൊ അനുപമയാണെങ്കിലും മിനിക്ക് ചായയൊക്കെ തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറയാണ്, അതെ നീ വിചാരിക്കുന്നത് പോലെ അവൻ ഇന്ത്യ വിട്ട് പുറത്തൊന്നും പോയിട്ടില്ല, എന്തോ അവന് സംഭവിച്ചിട്ടുണ്ട്, അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം അവര് പറയുമ്പം അത് കേട്ട് ഞെട്ടിയിരിക്കുന്ന അനുപമയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മാളികപ്പുറത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്